Morning, Jasmine. Morning, viewers. പ്രദീപ് സാർ, നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 6 കോൺസിക്യൂട്ടീവ് സെഷനുകളിലായിട്ട് നേട്ടത്തിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 എന്നുള്ള ഒരു നില ഇന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏകദേശം 0.5% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും 0.5% കൂടുതലുള്ള ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു 25,000 മുതൽ 20,200. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ശക്തം പ്രാപിക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നിഫ്റ്റി 50യുടെ കേസിൽ അടുത്ത 2 സെഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് ലെവൽ 24,800 അതിനുശേഷം 24,600. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 24,600 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ടുള്ള ഷെയർസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. പ്രദീപ് സാർ, നമ്മൾ പൊതുവേ ഈ ഒരു സെഗ്മെന്റിൽ സംസാരിക്കാത്തൊരു സെക്ടറാണ് പ്രത്യേകിച്ച് മീഡിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ സെഗ്മെന്റുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ സെഷനുകളിലായിട്ട് മീഡിയ ഇൻഡെക്സിൽ ഒരു മുന്നേറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇന്നും ഏറ്റവും അധികം മുന്നേറ്റം ഏകദേശം 1% കൂടുതൽ മീഡിയ ഇൻഡെക്സിലാണ്. ഈ ഒരു ഇൻഡെക്സിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജാസ്മിൻ, അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോ നിഫ്റ്റി മീഡിയയുടെ ഇൻഡെക്സിന്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല. ഇത് ഞാൻ അടുത്ത സെഷനിൽ കവർ ചെയ്ത് തരാം. റൈറ്റ് സാർ, ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ നിഫ്റ്റി 50യിൽ ഏറ്റവും അധികം മുന്നേറ്റം കുറിക്കുന്നത് നെസ്ലെ ഇന്ത്യയുടെ ഓഹരികളിലായിരുന്നു. നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 0.73% എന്നുള്ളൊരു നിലവാരത്തിലായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെസ്ലയെ കുറിച്ചുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ഓക്കെ, ജാസ്മിൻ, നെസ്ലയിലോട്ട് വരുമ്പോഴേക്കും എനിക്കിപ്പോൾ നിഫ്റ്റി മീഡിയയുടെ ഡേറ്റ ലഭ്യമായിട്ടുണ്ട്. സോ നിഫ്റ്റി മീഡിയയുടെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1580 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ രണ്ട് ട്രെൻഡും ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 1680 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. നമ്മൾ നെസ്ലെ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും നെസ്ലെ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ് മുതലായ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. അതിനെ തുടർന്ന് നെസ്ലെ ഇന്ത്യയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി മാറിയിട്ടുണ്ട്. ബട്ട് ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1850, 1860 ഈ റേഞ്ചിലെ സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം നെസ്ലെ ഇന്ത്യയിൽ ലഭിക്കും. സർ, കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രോക്കറേജ് കമ്പനികളുടെ ഒരു ഷെയർ പ്രൈസ് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം വലിയൊരു ഇടിവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇക്വിറ്റി ഡെറിവേറ്റീവ് ടെന്യൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെബി ചീഫിൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റിന് ശേഷമായിരുന്നു ഒരു ഓഹരികളിൽ നമ്മൾ ഇടിവ് കണ്ടത്. അത്തരത്തിൽ ഏഞ്ചൽ വണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ നിന്നും നേരിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഏഞ്ചൽ വണ്ണിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജാസ്മിൻ, നമ്മൾ ഏഞ്ചൽ വൺ അല്ലെങ്കിൽ ജിയോ ജെത്ത് മുതലായ ബ്രോക്കിംഗ് കമ്പനീസിന്റെ ഷെയർ പ്രൈസ് പാറ്റേൺ നോക്കുമ്പോഴേക്കും സെബി ചെയർമാന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു ഇതിൻ്റെ ഒരു സെല്ലിംഗ് വന്നത്. ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ നമുക്ക് മേജർ ടോപ്പ് കാണാൻ സാധിക്കുന്ന മെയ് മാസത്തിലായിരുന്നു 3280 രൂപയിൽ. അതിനുശേഷം കഴിഞ്ഞ 3 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2480 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിടേണ്ടി വരും. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ഇൻഡസ് ടവേഴ്സ് ആണ്. ഇന്ന് 1% കൂടുതൽ നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഡസ് ടവേഴ്സുമായുള്ള 2200 കോടി രൂപയുടെ ഒരു കരാറിന് ഭാരതി ഹെക്സാകോമിന് അംഗീകാരം ലഭിച്ചിരിക്കുകയുമാണ്. ഇൻഡസ് ടവേഴ്സിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഇൻഡസ് ടവേഴ്സിന്റെ കേസിൽ നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് എ ലാർജ് ക്യാപ് കമ്പനി.
ആൻഡ് ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറാൻ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരു വിധത്തിലും നമുക്കൊരു ബൈയിങ് അവസരം നൽകുന്നില്ല. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 370 മുതൽ 385 രൂപയ്ക്ക് ഇടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. പ്രദീപ് സർ, നേരത്തെ നമ്മൾ മീഡിയ ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൽ എസ്പെഷ്യലി സാരിഗമ, സി എന്റർടൈൻമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ മികച്ചൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി സിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3.5% അടുത്തുള്ള ഒരു നേട്ടമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. സിയുടെ നിലവിലത്തെ ഒരു കണ്ടീഷനിൽ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ റിക്കവറി അഗെയിൻ ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 133 രൂപ കാണുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. പ്രദീപ് സാർ, ഫൈനലി നമ്മൾ ഗോൾഡിയം ഇന്റർനാഷണലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നിപ്പോൾ 2.5% കൂടുതൽ നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം QIP വഴി 202 കോടി രൂപ റേസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത്. ഗോൾഡിയത്തിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഗോൾഡിയത്തിന്റെ കേസിൽ വളരെ മേജർ ഒരു ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കും 560 രൂപയിലാണ്. ആ ഒരു ടോപ്പ് നമുക്ക് ഈ ജനുവരി മാസത്തിലായിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിലും കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ബട്ട് എങ്കിലും ഒരു ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. 320-400 ഈ ഒരു ബ്രോഡ് റേഞ്ചിലായി കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദി ഫൈനാൻഷ്യൽസ് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 410 രൂപയുടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.